ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം. ഓണാഘോഷം പൊടിപൊടിക്കാൻ അന്നയും നിങ്ങളോടൊപ്പം. മെഗാ പ്രൈസ് 3 സ്വർണ്ണ നാണയം. കൂടാതെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, ടിവി, മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് എതിർവശം, ചേലക്കര. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു. വർക്കിംഗ് ഗ്രൂപ്പാണ് നമ്മൾ ഇന്നിവിടെ ചേരാൻ വേണ്ടി ചേർന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആസൂത്രണ സമിതി ചേരുകയും അതിനുശേഷമാണ് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ വൈസ് പ്രസിഡന്റ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് നല്ല നല്ല നിർദ്ദേശങ്ങൾ, എന്നാൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾക്ക് നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അത് നമ്മുടെ പദ്ധതി വിശദീകരിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവാൻ പറ്റും. പക്ഷേ എന്നാലും നമ്മൾക്ക് ഏതൊക്കെ പദ്ധതികളാണോ നമ്മൾക്ക് ഓരോ ഇനത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഓരോ വാർഡിൽ എന്നല്ല, നമുക്ക് ഏറ്റവും നല്ല നമ്മുടെ പഞ്ചായത്തിലേക്ക് വേണ്ടതായ നല്ല നല്ല നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ എത്ര ഫണ്ടാണ് വെച്ചത് അതേ ഇതിൽ തന്നെ നമ്മൾക്ക് ഈ പ്രാവശ്യവും നമ്മൾക്ക് നമ്മുടെ പദ്ധതി രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വർക്കുകളെല്ലാം ഒരുപാട് നടക്കാത്ത കാരണം നമ്മൾക്ക് ഒത്തിരി സ്പിൽ ഓവർ എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ പദ്ധതികൾ, റോഡുമായിട്ടുള്ള പദ്ധതികളും അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ വർക്കുകളും നമ്മൾക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും വർഷത്തിൽ നമ്മൾക്ക് സ്പിൽ ഓവർ വരാതെ നമ്മുടെ വർക്കുകളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി നമ്മളെല്ലാ ഇംപ്ലിമെന്റ് ഓഫീസർമാർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും വർഷത്തിൽ നമ്മൾക്ക് സ്പിൽ ഓവർ ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ പദ്ധതി നമ്മൾക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. വൈസ് പ്രസിഡന്റ് ഷെലിയിൽ അധ്യക്ഷനായിരുന്നു. ഗ്രാമസഭകളിലേക്കും തുടർന്ന് വികസന സെമിനാറിലേക്കും പദ്ധതികളിലേക്ക് പോവാം. 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിലേക്ക് കടക്കുമ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ കൊല്ലം വലിയ രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത പോയൊരു വർഷം കൂടിയായിരുന്നു 23-24 കാലഘട്ടം. കോടിക്കണക്കിന് രൂപ തന്നെ സ്പിൽ ഓവറായ ഒരു വർഷമായി. അതിൻ്റെ പ്രധാന ഒരു ഘടകം എന്ന് പറയുന്നത് ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ ഗ്രാമീണ റോഡുകളും പൊളിച്ചിട്ടതിനെ തുടർന്ന് നമ്മൾ വെച്ചിട്ടുള്ള നിർമ്മാണങ്ങളൊന്നും റിട്ടാലിന് മാത്രമല്ല പുതിയ നിർമ്മാണങ്ങളാകട്ടെ റോഡുമായി ബന്ധപ്പെട്ട ഒരു വർക്കും നമുക്ക് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അതിൽ നിന്നൊക്കെ വലിയൊരു മാറ്റം കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നിർമ്മാണങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ 100% നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തത്. ഉപതെരഞ്ഞെടുപ്പ് വന്നതിൻ്റെ ഒരു 2 മാസത്തെ ചെറിയൊരു തടസ്സം കൂടി മാറ്റി നിർത്തിയാൽ വരുന്ന ദിവസങ്ങളിൽ കഴിഞ്ഞ കൊല്ലത്തെ സ്പിൽ ഓവർ പുതിയ പദ്ധതികളുമെല്ലാം ഒരു 50 വർക്ക് കൂടി നമുക്ക് ടെൻഡർ വയ്ക്കാൻ. ഇത് പറഞ്ഞത് കഴിഞ്ഞ കൊല്ലത്തെ സ്പിൽ ഓവറുകളും നടപ്പ് സാമ്പത്തിക വർഷത്തെ പദ്ധതികളും എല്ലാം സമയബന്ധിതമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എല്ലിശ്ശേരി വിശ്വനാഥൻ, KK ശ്രീവിദ്യ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി, വാർഡ് മെമ്പർമാരായ A. അസനാർ, നിത്യ തേലക്കാട്ട്, LC ബേബി, ബീന മാത്യു, സുജാത അജയൻ, പ്ലാഴി ശശി, സുമതി മൊടായിക്കൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ആസൂത്രണ സമിതി യോഗം ചേരുകയും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം വിളിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പഞ്ചായത്ത് മെമ്പർമാരുടെ നിർദ്ദേശങ്ങളും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ ഈ യോഗത്തിൽ ഉയർത്തുന്ന നിർദ്ദേശങ്ങളും ഉൾപ്പെടെ വരുന്ന വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന കരട് നിർദ്ദേശങ്ങളുമായി ഈ മാസം 7-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലായി പഞ്ചായത്തിലെ 22 വാർഡുകളിലെയും ഗ്രാമസഭകൾ പൂർത്തീകരിക്കണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. CCV ന്യൂസ്, ചേലക്കര.